ക്രൈസിസ് ഡിജിറ്റലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോഴൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സ്പോട്ടുകളും കുത്തും കോമയും വരയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് എങ്ങനെ ഫെയർ ആക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനായി പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ unsplash.com എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. നമുക്ക് സൂം ചെയ്യുമ്പോൾ കാണാം ഈ പെൺകുട്ടിയുടെ ഫേസിൽ കുറേ സ്പോട്ടുകളും കുറേ പിമ്പിൾസും അങ്ങനത്തെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഇഷ്യൂസൊക്കെ റിമൂവ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ്. പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ ടൂൾസ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. നിങ്ങൾ പിക്സാർട്ടിലെ പ്രോ യൂസർ ആണെങ്കിൽ റിമൂവ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഗോൾഡൻ യൂസേഴ്സിന് സ്പെഷ്യലായിട്ടുള്ളൊരു പ്രിവിലേജാണ് ഈ റിമൂവ് എന്ന ഓപ്ഷൻ. അത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നിങ്ങളുടെ ഇഷ്യൂസൊക്കെ സോൾവ് ആവുന്നതാണ്. എന്നാൽ സാധാരണ ആൾക്കാർക്ക് പ്രോ യൂസേഴ്സ് അല്ലാത്തവർക്ക് അത് സാധിക്കില്ല. അതിനായി ബ്യൂട്ടി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. കുറേയേറെ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഫേസ് ഫിക്സ് ആണ്. അതിൽ പ്രസ് ചെയ്യുക. താഴെ ഒരു ബ്രഷിൻ്റെ ഓപ്ഷനും ഒരു എറേസറിൻ്റെ ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. ഒരു ഫിക്സ് എന്ന് പറഞ്ഞൊരു സ്ക്രോൾ ബാറും കാണാം. ബ്രഷ് യൂസ് ചെയ്ത് ആ സ്കിന്നിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ സ്കിൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുന്നതാണ്. ഫിക്സ് എന്ന് പറഞ്ഞാൽ ലെവൽ കുറച്ച് കൂട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം. കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. നമ്മൾ അങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫേസ് ഫുള്ളും ക്ലിയർ ആക്കിയതിന് ശേഷം മുകളിലത്തെ ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്തത് സേവ് ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ സ്കിൻ കുറച്ചും കൂടി ഫെയറായി വന്നിട്ടുണ്ട്. സ്കിന്നിലെ കുറേ ഇഷ്യൂസ് പോയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഞാൻ ചെയ്തു തരുന്നതാണ്. ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്ത ഓപ്ഷൻ നമ്മൾ ട്രൈ ചെയ്യുന്നത് ബ്ലീമിഷ് ഫിക്സ് എന്ന ഓപ്ഷനാണ്. അത് പ്രസ് ചെയ്യാം. ശേഷം ആ ഇമേജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതിനകത്തുള്ള സ്പോട്ട്സ് അതൊക്കെയാണ് നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത്. മാനുവലിൽ പ്രസ് ചെയ്തതിന് ശേഷം ആ സ്പോട്ട്സ് ഉള്ളയിടത്ത് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ അത് ടച്ച് ചെയ്താലും മതി. അങ്ങനെ ആ ഇമേജിലെ ഫുൾ സ്പോട്ട്സ് റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഞാൻ കുറേയേറെ പിക്സാർട്ടിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. നമ്മളിനി അടുത്ത ഓപ്ഷൻ സ്കിൻ ടോൺ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇഷ്ടംപോലെ സ്കിൻ ടോൺസ് കാണാൻ സാധിക്കുന്നതാണ്. ഒരു സ്കിൻ ടോൺ സെറ്റ് ചെയ്യുക. ശേഷം ആ എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിലിംഗ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നേരത്തെ കണ്ട അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ശേഷം ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാം. സ്മൂത്ത്നെസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ പല പല ഫീച്ചേഴ്സും ഇതിന് അവൈലബിൾ ആണ്. ടിക്ക് പ്രസ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ടൂൾസ് പ്രസ് ചെയ്യുക. അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ബ്രൈറ്റ്നസ് എന്നതിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടി വെക്കുക. ശേഷം എറേസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. എറേസ് ബട്ടണിൻ്റെ സൈസ് നമുക്ക് ആവശ്യാനുസൃതം മാറ്റാവുന്നതാണ്. അതിനുശേഷം ഈ ഇമേജിൻ്റെ ഫേസ് ഒഴികെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ബ്രൈറ്റ്നസ് റിമൂവ് ചെയ്ത് കളയുക. ഇൻ കേസ് നമ്മൾ ബ്രൈറ്റ്നസ് റിമൂവ് ചെയ്യേണ്ടാത്ത പോർഷനിലെ ബ്രൈറ്റ്നസ് റിമൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്ത് അത് റിവേഴ്സ് ചെയ്യാവുന്നതാണ്. ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്ത് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും ഫേസിലെ ബ്രൈറ്റ്നസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇമേജിൻ്റെ കോൺട്രാസ്റ്റും ക്ലാരിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. സൈഡത്തെ എറേസ് ബട്ടൺ കോൺട്രാസ്റ്റും ക്ലാരിറ്റിയും ഒക്കെ ആവശ്യമുള്ള പോർഷൻ മാത്രം വെക്കുക. ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് കളയുക. ഇനി ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളും ബ്ലർ ചെയ്ത് കളയാം. അതിനായി എഫക്ട്സിൽ പ്രസ് ചെയ്യുക. ബ്ലർ എന്ന എഫക്റ്റ് പ്രസ് ചെയ്യുക. ആദ്യത്തെ എഫക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. മുകളിലത്തെ ആ എറേസ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ആവശ്യമില്ലാത്ത പോർഷൻസ് റിമൂവ് ചെയ്യാവുന്നതാണ്. നമുക്ക് കാണാം ആ ഫേസ് മുഴുവൻ ബ്ലറായിട്ടുണ്ട്. എറേസ് ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫേസിലെ ബ്ലർനെസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മോഡിലെ ആരോ ബട്ടണിൽ പ്രസ് ചെയ്യുക. ശേഷം സേവിൽ പ്രസ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.